ആധുനിക മാനസിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് പറയുകയാ, ഈ തെറ്റിന് മാത്രം പ്രേരിപ്പിക്കുന്ന മനസ്സിന്റെ പേര് ഇഡ് ഓർ ലിബിഡോ എന്ന് പറഞ്ഞ മൃഗവാസനകൾ മനുഷ്യ മനസ്സിൽ സ്വാധീനിക്കുന്ന കാലം. രണ്ടാമത്തേത് മനസാക്ഷി ഉണരുന്ന കാലം, അത് ഈഗോയാണ്. മൂന്നാമത്തേത് സൂപ്പർ ഈഗോയാണ്. മനസ്സിൽ നന്മകൾ മാത്രം പ്രചോദനം സൃഷ്ടിക്കുന്ന സൂപ്പർ ഈഗോയാണ്. അതൊക്കെ വളരെ വ്യക്തമായി ഇംഗ്ലീഷ് ഭാഷയിൽ അദ്ദേഹം മൊറാലിറ്റിയെ റെഗുലേറ്റ് ചെയ്യുന്ന സൂപ്പർ ഈഗോയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കേവല ഭൗതിക ശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡിന് പോലും മൊറാലിറ്റിയെ നിയന്ത്രിക്കുന്ന ഒരു മാനസിക തലം മനുഷ്യനിലുണ്ട് എന്ന് പറയാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇന്നിപ്പോ നമ്മുടെ മുത്തല്ലിമീങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട മക്കള്, ഇവര് ഖുർആൻ പഠിക്കുകയാണ്. നമ്മൾ ഖുർആൻ ഹിഫ്ള് ഓതട്ടെ, നല്ലതാ, പുണ്യമാണല്ലോ, ആഖിറത്തിൽ കൂലി കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ സനത് കൊടുക്കുന്നതൊക്കെ കിട്ടി. പക്ഷേ ഈ പഠിക്കുന്ന നമ്മുടെ മക്കൾക്ക് പോലുമോ, ഈ കേൾക്കുന്ന ഇവരുടെ സനദിൽ സമ്മേളിക്കുന്ന നമുക്ക് പോലുമോ, എന്തിനാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം ഈ ഖുർആൻ നമ്മെ എങ്ങോട്ടാണ് വഴികാട്ടുന്നത്? ഹുദല്ലിന്നാസ്, മനുഷ്യന്റെ മനസ്സിന്റെ അനിയന്ത്രിതാവസ്ഥയെ ബാലൻസ് ചെയ്യാൻ പിടിച്ചു കെട്ടി അവന്റെ മനസ്സിനെ മുത്തുമഇന്നത്തിന്റെ തലത്തിലേക്ക് എത്തിച്ച് ഇബിഡിനെയും ഈഗോയെയും മറികടന്നുകൊണ്ട് അവൻ സൂപ്പർ ഈഗോയ്ക്ക് വശംവദനാകുന്ന, അല്ലെങ്കിൽ അമ്മാറത്തിന്റെയും ലവ്വാമത്തിന്റെയും നഫ്സിനെ മറികടന്ന് അവൻ മുത്തുമഇന്നത്തിന്റെ മാനസികാവസ്ഥയെ പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകാനാ. അങ്ങനെ പോയില്ലെങ്കിൽ എന്താ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കണേ? ഖുർആൻ പഠനം അതിന്റെ വിശാലാർത്ഥ തലങ്ങളിൽ ഖുർആൻ പഠിപ്പിക്കപ്പെടാത്ത നമ്മുടെ കേരളത്തിൽ സ്കൂളുകളിൽ, കോളേജുകളിൽ, ലോകത്തൊക്കെ നടക്കുന്ന എന്താ? എല്ലാ പഠനവും ഉണ്ടെന്ന് പറയുന്ന, എല്ലാ പഠനവുമുണ്ട്, എല്ലാ സയൻസും ഉണ്ട്, ടെക്നോളജി ഉണ്ട്, ആയുധമുണ്ട്, പണമുണ്ട്. അമേരിക്ക, നിങ്ങൾ കണ്ടല്ലോ അടുത്ത കാലത്തെ വാർത്ത, വാഷിംഗ്ടൺ എലമെന്ററി സ്കൂളിൽ സാൽവഡോർ റാമോസ് എന്ന ചെറുപ്പക്കാരൻ തന്റെ മുത്തശ്ശിയെ കയ്യിലിരിക്കുന്ന തോക്ക് അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരൻ ആത്മവിശ്വാസത്തോടെ റോഡിൽ ഇറങ്ങണമെങ്കിൽ കയ്യിൽ തോക്ക് വേണം. ആരെയും വിശ്വാസമില്ല. ഖുർആനില്ലാത്ത ഒരു ജനത, വേദഗ്രന്ഥത്തെ പരിഗണിക്കാത്ത ഒരു ജനത. ഈ ദുരന്തം വേദഗ്രന്ഥത്തെ വലിച്ചെറിയുന്ന, ഖുർആനിന് തൗറാത്തായാലും ഇഞ്ചീലായാലും ഖുർആനായാലും വേദഗ്രന്ഥത്തെ വലിച്ചെറിയുന്ന ഒരു ജനത നമ്മുടെ കേരളത്തിലും വന്നുകൊണ്ടിരിക്കുന്നത്. വൈകാതെ അങ്ങോട്ടാ. തിരുവനന്തപുരത്ത് പൂജാരിയുടെ ഭാര്യയെ കുത്തിക്കൊന്നു ജോൺസൺ. നെന്മാറ 2 പേരെ അന്ധവിശ്വാസത്തിന്റെ പേരിൽ വെട്ടിക്കൊന്നു ചെന്താമര. കൊച്ചിയിൽ ചേന്ദമംഗലത്ത് 3 പേരെ ഇരുമ്പ് തൊണ്ടുകൊണ്ട് അടിച്ചു കൊന്നു റിത്തു. ചോറ്റാനിക്കരയിൽ പോസ്കോ ജീവിതയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നു അനൂപ്. ആലപ്പുഴ മാന്നാറിൽ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ വയോധികരായ മാതാപിതാക്കളെ വീട്ടിനുള്ളിൽ തീയിട്ടു കൊന്നു മകൻ വിജയൻ. ഇതെന്താണിത്? എങ്ങോട്ട് പോണേ? ആരുണ്ട് ഈ സമൂഹത്തെ അവന്റെ മനസ്സിനെ പിടിച്ചുകെട്ടാൻ? മനസ്സിന്റെ അധമവികാരങ്ങളെ, മൃഗവാസനകളെ പിടിച്ചു കെട്ടാൻ കഴിയുന്ന സംസ്കരണത്തിന്റെ ഉപാധികൾ ആരുടെ കൈവശമുണ്ട്? ഇത് അതുപോലെ ബാലരാമപുരത്ത് 2.5 വയസ്സുള്ള കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലൊറിഞ്ഞു കൊന്നു മാമൻ ഹരികുമാർ. കൊല്ലം ശക്തികുളങ്ങരയിൽ ഭാര്യയെയും ഭാര്യ സഹോദരിയെയും മകനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഭർത്താവ് അപ്പുക്കുട്ടൻ. 35 ലക്ഷം കെട്ടിക്കഴിഞ്ഞപ്പോൾ 79ഉം 73ഉം വയസ്സുള്ള മാതാപിതാക്കളെ പുറത്താക്കി ഗേറ്റ് പൂട്ടിയ മകൾ സിജി. ഇന്നലെ ഏറ്റുമാനിൽ ശ്യാമപ്രസാദ് എന്ന പോലീസുകാരനെ ചവിട്ടിക്കൊന്നു ജിബിൻ. 1 മാസത്തിനുള്ളിൽ ഇത്രയും രേഖപ്പെടുത്തിയത് മാത്രം. ഇങ്ങനെ കുറുകൃത്യങ്ങൾ പെരുകുകയാ. സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ സമൂഹത്തിൽ വ്യാപിപ്പിച്ചില്ലെങ്കിൽ UN-ന്റെ കയ്യിലില്ല ഈ യുവതയെ തിരുത്താനുള്ള മരുന്ന്. US-ന്റെ കയ്യിലില്ല ആ യുവാക്കളെ നേർവഴിക്ക് നയിക്കാനുള്ള മരുന്ന്. ഇന്ദ്രപ്രസ്ഥത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിലില്ല വഴിതെറ്റിപ്പോയ ഒരു യുവാവിനെ തിരുത്താനുള്ള മരുന്ന്. കേരള ഗവൺമെന്റിന്റെ കയ്യിലില്ല വഴികെട്ട, ലഹരിക്കടിമപ്പെട്ട, പ്രണയത്തിനടിമപ്പെട്ട, മദ്യത്തിനടിമപ്പെട്ട ഒരു യുവാവിനെ തിരുത്താനുള്ള ഒരു മരുന്ന്. പോലീസിന്റെ കയ്യിലില്ല, ഗവൺമെന്റിന്റെ കയ്യിലില്ല. ഉള്ളത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ മക്കൾ ഈ ലോകത്ത് നാളെ ലോകം കാതോർക്കുന്ന, ലോകം ചേർത്ത് പിടിച്ച് മുത്താൻ കൊതിക്കുന്ന ഒരു സമൂഹമായി. കാരണം ഇതുപോലെ റയർ എലമെന്റ്സ് ആയി മാറും ഇവർ. ലോകത്ത് അധാർമികതയുടെ ഈ കൊടുങ്കാറ്റിനെതിരിൽ പ്രതിരോധം തീർക്കുന്ന ഖുർആൻ പണ്ഡിതന്മാരായി ഈ തലമുറ മാറുമ്പോ ഇന്ന് അമേരിക്കയും യൂറോപ്പും ഒക്കെ ഖുർആൻ പഠിച്ചവരുടെ പുറകെ ഒഴുകുക. അടുത്ത കാലത്ത് ഞാൻ ഒരു മാസികയിൽ വായിച്ചു, ഏതായാലും ഷാലോം എന്ന് പറയുന്ന ഒരു മാസികയിൽ, ഏതായാലും യൂറോപ്പ് നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു,
ഇനി പ്രതീക്ഷ ഇവിടെ കിഴക്കിലാണത്രേ. യൂറോപ്പ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മതമൊക്കെ പൊളിഞ്ഞു, പള്ളിയിലൊന്നും ആളുമില്ല. ആ നിലയിൽ ഒരു സമൂഹം മാറുക, വേദഗ്രന്ഥം വലിച്ചെറിഞ്ഞവർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മുടെ മക്കൾ ഈ പഠിക്കുന്ന ഗ്രന്ഥം ഇവരുടെ വളർച്ചയുടെ ആധാരമാണ്. അറിവ് കൊണ്ടാണ് അല്ലമ ആദമൽ അസ്മാഅകുല്ലഹ പഠിച്ചും അറിഞ്ഞും വളരുകയാണ്. ഈ അറിവ് കൊണ്ടാണ് മുസ്ലിം സ്പെയിനിൽ വന്നിട്ട് സിൽവസ്റ്റർ രണ്ടാമൻ എന്ന് പറയുന്ന ക്രിസ്ത്യൻ ലോകത്തെ ഭരിച്ച മാർപ്പാപ്പ വന്നിട്ട് കൊർഡോവ യൂണിവേഴ്സിറ്റിയിൽ 3 വർഷം വിദ്യാഭ്യാസം ചെയ്തു പോയത്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്, കാണാം. അന്ന് യൂറോപ്പ്, ക്രിസ്ത്യൻ യൂറോപ്പിനല്ലായിരുന്നു ലോകത്താധിപത്യം. ഖുർആന്റെ വഴിയെ നടന്ന കാലത്ത് ഇബ്നു സീനയെ ജനിപ്പിച്ച, ഇബ്നു റുഷ്ദിനെ ജനിപ്പിച്ച, ഇബ്നു ഖൽദൂനെ ജനിപ്പിച്ച, ഇമാം റാസിയെ ജനിപ്പിച്ച, ലോകത്തിന് പ്രകാശം കണ്ടുപിടിച്ച റാസി എന്ന ശാസ്ത്രജ്ഞന്റെ 1000 ആണ്ട് പ്രകാശ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചതുപോലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അവർക്ക് പ്രചോദനം നൽകിയത് എന്തായിരുന്നു? അള്ളാഹുവിന്റെ ഗ്രന്ഥമായിരുന്നു. അതാണ് ഇവരുടെ ഉള്ളിൽ സ്പന്ദിക്കുന്നത്. അതിന്റെ ഉള്ളറകളിലേക്ക് കടന്നു പോകാൻ അവരുടെ മനസ്സിന്റെ ജാലകപ്പഴുതുകളെ തുറന്നിടുന്ന വിധത്തിൽ അവർക്ക് അറിവിന്റെ വിശാലമായ ലോകത്തേക്ക് നമുക്ക് പ്രവേശനം നൽകാനാകണം. അവരെ നാം എത്ര അവഗണിച്ചാലും. സഹോദരങ്ങളെ, ഈ കുട്ടികൾ നിങ്ങൾക്കറിയുമോ, ഇവര് നേടിയ ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ഹിഫ്ള് ഉണ്ടല്ലോ, ഈ ഹിഫ്ള് ഇവരെ എത്രമാത്രം വളർത്തിയിട്ടുണ്ടല്ലോ. ഇവരിനി ഈ ഹിഫ്ള് നിലനിർത്തുവോളം കാലം ഇവരേത് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയാലും, ഇവരേത് കോഴ്സ് പഠിക്കാൻ പോയാലും, ഇവരുടെ മെമ്മറിയെ തോൽപ്പിക്കാൻ, ഇവർക്ക് പഠിക്കാനാവുന്നത് പോലെ പഠിക്കാൻ ലോകത്ത് ഒരു കുട്ടിക്കും കഴിയില്ല. അത്രമാത്രം അവരുടെ ഓർമ്മയുടെ അറകൾ വിപുലീകരിക്കപ്പെട്ടു കഴിഞ്ഞു. പ്രൊഫസർ ഒമാനൂർ മുഹമ്മദ് ഒരിക്കൽ പറഞ്ഞു, ഹാഫിളായ കുട്ടികൾ എൻ്റെ കോളേജിൽ PMS കോളേജിൽ പഠിക്കാൻ വരാറുണ്ട്. പാഠഭാഗങ്ങൾ പഠിക്കാനുള്ളവരുടെ ശേഷി മറ്റു കുട്ടികളെക്കാൾ 4 ഇരട്ടിയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ പറയാണ്, ഹിഫ്ള് നിങ്ങൾ മുറുകെ പിടിക്കുമെങ്കിൽ, നിങ്ങൾ പഠിക്കുമെങ്കിൽ, ഇനിയും പഠനം തുടരുമെങ്കിൽ, നിങ്ങൾ നാളത്തെ ലോകത്തിന്റെ സയന്റിസ്റ്റുകളാണ്, ശാസ്ത്ര പ്രതിഭകളാണ്. നിങ്ങളുടെ അറിവ് കൊണ്ട്, നിങ്ങളുടെ അറിവുകളിലേക്ക് ലോകം കടന്നു വരും. ഈ പരിശുദ്ധമായ ഖുർആന്റെ അറിവ് കൊണ്ട് സദാചാരത്തെ നിയന്ത്രിക്കപ്പെട്ട, ലോകത്തെ ആത്മഹത്യ ഇല്ലാതാക്കിയ ഒരു ഗ്രന്ഥമാണിത്. നിങ്ങൾക്കറിയോ? ആത്മഹത്യ ഇല്ലാതാക്കി. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഡെത്ത് കോസ് എന്താണെന്നറിയാമോ? ലോകത്ത് വാഹനാപകടങ്ങളല്ല, ക്യാൻസർ അല്ല, കിഡ്നി രോഗമല്ല. ലോകത്തൊരു വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഇതിന്റെ ഒന്നും പേരിലല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഓരോ കൊല്ലവും 10 ലക്ഷം പേര് മരിക്കുന്നത് സ്വയം മരിക്കുകയാണ്. ഖുർആൻ ഉള്ളിലില്ലാതായാലുള്ള ദുരന്തമാണ്. മസലുല്ലദീ ലൈസ ഫീ യൗഫിഹി ശൈഉം മിനൽ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരൊരാളുടെ ഉള്ളിൽ ഖുർആനിന്റെ ഒരംശവുമില്ലയോ, ഫഹുവ കൽ ബൈത്തിൽ ഖരീബ്, അത് ആൾപ്പാർപ്പില്ലാത്ത വീട് പോലെയാണെന്ന് റസൂലുള്ളാഹി. ആൾപ്പാർപ്പില്ലാത്ത വീടിന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? പെട്ടെന്ന് അത് നശീകരണത്തിന് വിധേയമാകും. അതുകൊണ്ട് ആരെങ്കിലും തൂത്തും തുടച്ചും താമസിക്കട്ടെ എന്ന് വിചാരിച്ച് വീട് വെറുതെ ഇടാതെ വാടകയ്ക്ക് കൊടുക്കണേ. ആൾപ്പാർപ്പില്ലാത്ത വീട് പോലെയാ ഉള്ളിൽ ഖുർആൻ ഇല്ലാത്തവൻ. അതുകൊണ്ട് ഉള്ളിൽ ഖുർആൻ ഇല്ലാത്തവർ, ലോകത്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം ഗവേഷണം നടത്തി ഒരു മുഴുവൻ പഠിച്ചിട്ട് പറയണു, ഖുർആന്റെ ആളുകൾ ആരും ഇതിനകത്തില്ല എന്ന്. ഖുർആന്റെ ആളുകൾ ആരുമില്ല. ഉള്ളിൽ ഖുർആൻ ഉണ്ടോ? ഒരു വർഷം 10 ലക്ഷം ആളുകളെ ജീവിതത്തിൽ പിടിച്ചു നിർത്തുന്ന ഗ്രന്ഥമാണിത്. സന്തോഷത്തിന്റെ സലാബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ അഭിരമിക്കുന്ന ഒരു മനസ്സ് ഏത് പ്രതിസന്ധികളിലും മനസമാധാനം അനുഭവിക്കുന്നുണ്ട്. സമാധാനം കൊണ്ടുവരുന്നതാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഒരു പ്രയാസം വരുമ്പോ അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കയറെടുക്കുന്ന മക്കളെ, അള്ളാഹുവിന്റെ ഗ്രന്ഥം പറയുന്നത് നമ്മളോട് അതിലൊരു ഉറപ്പുണ്ടായാൽ മതി. ഇന്ന മഅൽ ഉസ്രി യുസ്റ. നിനക്ക് ജീവിതത്തിൽ ഒരു വിഷമം വന്നത് ശരിയാണോ? നീ സന്തോഷിച്ചോ? പുറകെ ഒരു എളുപ്പം വരുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ടെന്ന് അതിനർത്ഥം. പരിശുദ്ധ ഖുർആനിൽ 2 ആയത്ത് അടുപ്പിച്ച് ആവർത്തിച്ച് പറഞ്ഞ ഒരൊറ്റയിടത്തേ ഉള്ളൂ. ഒരേ ആയത്ത് 2 വട്ടം പറഞ്ഞ ഒറ്റയിടത്തേ ഉള്ളൂ. അതെന്താ? ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഇന്ന മഅൽ ഉസ്രി യുസ്റ. മനുഷ്യ, നിനക്ക് ദുഃഖം വന്നോ? എങ്കിൽ സന്തോഷമുണ്ടടാ. നിനക്ക് ദുഃഖം വന്നോ? എങ്കിൽ പുറകെ സന്തോഷമുണ്ട്. ഒരൽപ്പം കാത്തിരിക്കൂ ഞാൻ പറഞ്ഞ വഴികളിലൂടെ. എന്തൊരു ഓഫറാ, എന്തൊരു പ്രോമിസാണ്. എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ കഴിയും ഒരു മുന്നിന്? ഈ ഖുർആൻ പഠിച്ചവന്. സഹോദരങ്ങളെ, മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ആത്മഹത്യയെ അടിവേററുത്ത ഒരു ഗ്രന്ഥം. മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ എന്താ ആത്മഹത്യ വന്നേ? ഇന്നിപ്പോ മറ്റു വിദ്യാഭ്യാസം കൂടി,
പഠിക്കണം, ഖുർആൻ പഠിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് വിചാരിച്ച് മക്കളെ ഖുർആൻ അല്ലാത്ത എല്ലാം പഠിപ്പിക്കാൻ വിട്ടപ്പോ എൻ്റെ മഹലിൽ തന്നെ ഒരു അഭിഭാഷക വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ വിദ്യാഭ്യാസം നേടിയ മക്കളൊക്കെ മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യ. ഖുർആൻ പഠിച്ച മക്കൾ ഇന്നൊരു ആത്മഹത്യ ചെയ്ത ചരിത്രം കേട്ടിട്ടുണ്ടോ? ഈ ഖുർആന്റെ പേരിൽ ഈ സമുദായം ആത്മഹത്യ ഇല്ലാത്ത സമുദായം എന്ന അത്ഭുതത്തോടു കൂടി ലോകം കണ്ടതല്ലേ? മദ്യത്തിനും പ്രണയത്തിനും അടിമപ്പെട്ടു പോയ ഒരു ലോകമാണ്. പിടിച്ചുകെട്ടാൻ ആർക്കും കഴിയില്ലെന്ന് എല്ലാവരും സമ്മതിക്കുമ്പോൾ മദ്യത്തിന്റെ കച്ചവടക്കാരൻ കേരളത്തിന്റെ തെരുവിൽ ഒരുത്തം പോലും ഇല്ലാതെ 14 നൂറ്റാണ്ടായി പിടിച്ചു നിർത്തുന്ന ഒരു ഗ്രന്ഥത്തിന്റെ പേരാണിത്. സാമൂഹിക പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റാണ് ഇതിന്റെ വരികളിലും താളുകളിൽ മലയടിക്കുന്നത്. അറിയുമോ നിങ്ങൾക്ക്? ഇന്നമൽ ഖംറു വൽ മൈസ്റു വൽ അൻസാബു വൽ അസ്ലാം, കള്ളും ചൂതാട്ടവും പ്രശ്നവും വയ്ക്കലുമെല്ലാം പിശാചിന്റെ മാലിന്യങ്ങളിൽപ്പെട്ടതാണ്. ഫജ്തനിബൂഹു, നിങ്ങളത് വെടിഞ്ഞേക്കൂ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ ഗുണം വരണമെങ്കിൽ എന്ന് അല്ലാഹ് പറഞ്ഞത് കേട്ടിട്ട് കള്ളു കുടിക്കാതിരുന്നത് കൊണ്ടാണ് ഈ സമുദായം രക്ഷപ്പെട്ടത്. കള്ളു കുടിച്ച പ്രതിഭകൾ തൊലഞ്ഞു പോയില്ലേ? ചങ്ങമ്പുഴ രമണൻ എന്ന് പറയുന്ന മനോഹര കാവ്യം പാടി കേരളത്തെ കേൾപ്പിച്ച് മലയാളത്തെ കേൾപ്പിച്ച് നമ്മളെ രോമാഞ്ച കഞ്ചുകമണിയിച്ച മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി പുലരടി എന്നൊക്കെ പാടി എത്ര മനോഹരമായ കവിതകൾ പാടി കേരളത്തെ ഏറ്റവും കൂടുതൽ കൊതിപ്പിച്ച മനുഷ്യൻ ഒരു പ്രണയക്കുരുക്കിൽ അകപ്പെട്ടുകൊണ്ട് 36-ാം വയസ്സിൽ ആത്മഹത്യ ചെയ്തെങ്കിൽ കള്ളനും പെണ്ണിനും അടിമപ്പെട്ടവൻ എത്ര വലിയ പ്രതിഭയായാലും തുലയുകയുള്ളൂവെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് എടപ്പള്ളി രാഘവൻ നായരൊക്കെ തെളിയിച്ചത്. പ്രതിഭകളായാൽ പോലും കള്ളും ലഹരിയും പെണ്ണും നാശമാണ്. പ്രണയം നിരസിച്ചതുകൊണ്ട് കോളേജിന്റെ കാമ്പസിൽ വെച്ച് പെൺകുട്ടിയെ കഴുത്തറുത്ത് കൊല്ലാൻ മാത്രം ഒരു മനുഷ്യൻ പ്രണയക്കുരുക്കിൽ അകപ്പെട്ടാൽ അപകടത്തിൽപ്പെട്ടു പോകും. നമ്മുടെ പുതിയ കൗമാരങ്ങൾ, നമ്മുടെ ടീനേജ് മക്കൾ, നമ്മുടെ മക്കൾ ഇന്ന് പ്രണയത്തിനകപ്പെട്ടിട്ട് അതിൽ നിന്ന് ഊരാൻ കഴിയാതെ കണ്ണീരും കയ്യുമായി കഴിയുകയോ അല്ലെങ്കിൽ അവരുടെ ജീവിതം ഇപ്പോൾ തന്നെ താറുമാറാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മെ പിടിച്ചു നിർത്താൻ പ്രണയം അപകടമാണ് മോനെ എന്ന് പറയുന്ന ഗ്രന്ഥമാണിത്. മദ്യം നിനക്ക് ഗുണം വരാൻ തടസ്സമാണ് മക്കളെ എന്ന് പറയുന്ന ഗ്രന്ഥമാണിത്. ഇത് പഠിക്കണം, ഇത് പഠിപ്പിക്കണം. അല്ലാഹു തആല പറയുകയാണ്, ഈ വേറിറങ്ങൽ പ്രധാനമാണ്. ഈമാന്റെ വേറിറങ്ങണം. നമ്മുടെയൊക്കെ ഈമാൻ ഉണ്ടെന്ന് പറയുന്ന സമൂഹത്തിന്റെ അപജയത്തിന്റെ അധപ്പതനത്തിന്റെ അള്ളാഹുവിന്റെ സഹായം തടുത്തു വെക്കപ്പെടുന്നതിന്റെ കാരണം എന്താ? വേറിറങ്ങുന്ന ഈമാൻ. ഖുർആൻ പഠിപ്പിക്കുന്ന ഈമാൻ വേറിറങ്ങിയ ഈമാനാ. വേറിറങ്ങുന്നത് ചിന്തയിൽ നിന്നാണ്. വലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഖൽബുണ്ട്, ചിന്താശേഷിയുള്ള മനസ്സുണ്ട്. പക്ഷെ അതുകൊണ്ട് അവർ ചിന്തിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ചില്ല. ഒറ്റ കാരണം കൊണ്ടാ നരകം കൊടുക്കുകയെന്ന്. നരകം കൊടുത്തതേ അല്ല കൊന്നിട്ടും കൊല വിളിച്ചിട്ടും വ്യഭിചരിച്ചിട്ടും പഠിച്ചു പറിച്ചിട്ടും ഒന്നുമല്ല. അവൻ ചിന്തിച്ചില്ലെന്ന കാരണം കൊണ്ട് നരകമാണ് പോൽ. ചിന്തിച്ചാലേ അള്ളാഹുവിന്റെ അസ്തിത്വത്തിന്റെ അടിവേരുകൾ മനുഷ്യന്റെ മനസ്സിലിറങ്ങുകയുള്ളൂ. അതിനെ ഉലയ്ക്കാൻ ഒരു യുക്തിവാദിക്കും കഴിയില്ല. ഏതെങ്കിലും കാറ്റലിസ്റ്റിന്റെ ഒരു ചോദ്യത്തിന് അതിന്റെ അടിവേരിളക്കാൻ കഴിയുകയില്ല. നിങ്ങൾ വെറുതെ പറയരുത് ആമന്ന എന്ന്, വിശ്വസിച്ചു എന്ന്. വേണേ മുസ്ലിങ്ങളാന്ന് പറഞ്ഞുകൊണ്ടാണെന്നോ ഒന്നും വായിക്കൂല, ഒന്നും പഠിക്കൂല, ഖുർആൻ പഠിക്കൂല, അള്ളാഹ് ഉണ്ടെന്ന് തെളിയിക്കുന്ന ഉദാഹരണങ്ങളിലേക്ക് ചിന്തിക്കൂല. അള്ളാഹ് ഉണ്ടെന്ന് വെറുതെ മനസ്സിലാവോ? അള്ളാഹ് ഉണ്ടെന്നൊന്നും വെറുതെ മനസ്സിലാവുന്നില്ല ആർക്കും. നന്ന ചിന്തിക്കണം. ഖുർആൻ ചിന്തിക്കാനാ പറയണത്. ചിന്തിക്കുന്ന പുസ്തകം, ചിന്തിക്കുന്ന ഗ്രന്ഥം, അതാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് നമ്മുടെ ജീവിത വ്യവഹാരത്തെ അതാണ് ഉടച്ചു വാർക്കുന്നത്, ലോകത്ത് വിപ്ലവം തീർക്കുന്നത്. ചിന്തിക്കുന്നവനെ ചിന്തിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമാണ്. അല്ലാഹ് പറയുകയാണ്, ദയവായി ഈമാനുണ്ടെന്ന് പറയരുതേ, ദയവായി ഈമാനുണ്ടെന്ന് പറയരുതേ. ഈമാനും പറ്റില്ല, ഇസ്ലാം ഉണ്ടെന്ന് പറഞ്ഞോളൂ. ഈമാൻ ഉള്ളിൽ ഇറങ്ങിയിട്ടില്ല. വലമ്മാ യദ്ഖുൽ ഈമാനു ഫീ ഖുലൂബിക്കും. എന്നിട്ടല്ല പറയുകയാണ്, ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ആമനു ബില്ലാഹി വറസൂലി. ആരാണ് മുഅ്മിനീങ്ങൾ എന്ന് ഞാൻ പറഞ്ഞുതരാം. മുഅ്മിനീങ്ങളാന്നും പറഞ്ഞ് നിങ്ങൾ ബിംബ് പറഞ്ഞ് നടക്കാതെ, ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങളാരെന്നറിയുമോ? അല്ലദീന ആമനു ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും റസൂലിലും ശരിക്കും വിശ്വസിച്ചവരാണ്, ഉറച്ചു വിശ്വസിച്ചവരാണ്. സുമ്മലം യർതാബു, പിന്നീട് അതിൽ അവർക്ക് ഒരു കാലത്തും ഒരു സംശയവും തോന്നിയിട്ടില്ല. വിശ്വാസത്തിന്റെ അടിവേരുകളെ ഇളക്കൊരു യുക്തിവാദി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇളക്കി നോക്കിയിട്ടില്ല. ഉണ്ടോ അല്ലാഹ്? നബി തന്നെയാണോ? ഖുർആൻ ശരിക്കും പുസ്തകമാണോ? നബി എഴുതിയതാണോ? അതോ അല്ലാഹ് ഇറക്കിയതാണോ? ഇങ്ങനെ ഇളകുന്ന ഉലയുന്ന വിശ്വാസത്തിന്റെ വേരുകൾ, ഉലയുന്ന വേരുകളുള്ള ഒരിക്കലും
അവൻ ഒരിക്കലും ഈ ലോകത്ത് നല്ല ഒരു മുഅ്മിനാവില്ല, വിശ്വാസിയാവില്ല. അവന്റെ ഗുണങ്ങൾ ഈ ലോകത്ത് ലോകം കാണുകയില്ല. എന്നല്ല, അവന് അല്ലാഹു വാഗ്ദാനം ചെയ്ത വാഗ്ദാനങ്ങൾക്ക് അവരൊട്ട് അർഹരാവുകയുമില്ല. അതുകൊണ്ട് ഈമാൻ മുഅ്മിനാകണമെങ്കിൽ തുമ്മലം യർതാബു, പിന്നീട് അവർ സംശയിച്ചിട്ടുണ്ടാവരുത്. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ എന്തിനാണ് ഈ മക്കൾ ഇവിടെ ഇരുന്ന് ഖുർആൻ പഠിക്കണേ? ചില ആളുകളൊക്കെ ചോദിക്കും, വേറെ പണിയൊന്നുമില്ല എന്നൊക്കെയാണ് പല ആളുകളുടെയും വിചാരം. പക്ഷെ ഈ ഖുർആൻ ഇത് മാത്രമാണ് ഈ ലോകത്ത് മനുഷ്യനെ ചിന്തിപ്പിച്ചത്. ഈ ലോകത്ത് പടച്ച തമ്പുരാന്റെ അസ്തിത്വത്തിന്റെ അടിവേരുകൾ നമ്മുടെ മനസ്സിൽ ആഴ്ത്തി തന്ന് അള്ളാഹു പറയുന്നുണ്ട്, അഫലാ യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ആ മനുഷ്യർ കണ്ടില്ലയോ ഒട്ടകത്തെ പടയ്ക്കപ്പെട്ടത് എങ്ങനെയാണെന്ന്? ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മരുഭൂമിയിലെ കപ്പലാണല്ലോ. അത്ഭുതകരമായ ഘടനയോടുകൂടി, ശരീരഘടനയോടുകൂടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒട്ടകത്തെ കണ്ടില്ലയോ? എന്തുറൂന, ഗവേഷണം ചെയ്തില്ലയോ? നളറ, നല്ല ഗവേഷണമാണ്, ചിന്തിക്കണം നമുക്ക്. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ ചിന്തിപ്പിക്കുകയാണ്. ചിന്തയുടെ ആഘോഷമാണ് ഖുർആൻ, ചിന്തയുടെ ആനന്ദമാണ് ഖുർആൻ. ഇത്തരം ചിന്തകളിലൂടെ ഒരു മനുഷ്യന്റെ ആത്മാവ് അനുഭവിക്കുന്ന അനുഭൂതികളിലൂടെയാണ് അള്ളാഹു അനുഭവമായി മാറുന്നത്. ആകാശത്തേക്ക് നോക്കിയില്ലയോ അവർ? ആകാശത്തെ കുറിച്ച് അവർ ചിന്തിച്ചില്ലയോ? അവർ ഗവേഷണം ചെയ്തില്ലയോ? എങ്ങനെയാണ് ആകാശം പൊങ്ങി നിൽക്കുന്നത്? ചിന്തിക്കണ്ടേ? എങ്ങനെയാണ് ഈ ആകാശം പൊങ്ങിയിരിക്കണേ? ഒരു കല്ലെടുത്ത് ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞാൽ അപ്പൊ താഴോട്ട് വരും. ഒരു കടലാസ് വലിച്ചെറിഞ്ഞാൽ താഴോട്ട് വരും. ഒരു കുപ്പിയിൽ നിന്ന് വെള്ളം പൊക്കി എറിഞ്ഞാൽ താഴോട്ട് വരും. ഈ ഭൂമിയേക്കാൾ ഭൂമി ആകാശ സീമകളിൽ എങ്ങനെയാ പൊങ്ങി നിൽക്കുന്നത്? ഭൂമിയേക്കാൾ 13.5 ഉയർന്നു നിൽക്കുന്നത്. എങ്ങനെ ഉയർന്നു നിൽക്കാൻ പറ്റും? ഒരു പിടുത്തവുമില്ലാതെ ആകാശ സീമകളിൽ ഈ മഹാഭൂമിയേക്കാൾ 13.5 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള ഈ ആകാശം എങ്ങനെയാണ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്? അങ്ങനെ പൊങ്ങി നിൽക്കാൻ പാടില്ലല്ലോ. വെയിറ്റുള്ള സാധനം താഴോട്ട് വേണ്ടേ? അതോടൊപ്പം തന്നെ ഈ ഭൂമിയും 13.5 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യനും ചേർന്നാൽ ഒരു സൗരയൂഥമാണ്. അതുപോലത്തെ 10,000 കോടി സൗരയൂഥമുണ്ടല്ലോ ആകാശ സീമകളിൽ. ആർത്തിരമ്പുന്ന അനേക ലക്ഷം ഗോളങ്ങളാണല്ലോ. ആ ഗോളങ്ങളെല്ലാം എങ്ങനെയാ പൊങ്ങി നിൽക്കുന്നത്? 10,000 കോടിയല്ലേ? 10,000 കോടി എന്ന് പറഞ്ഞാൽ കയ്യും കണക്കുണ്ടോ? 10,000 കോടി വരെ 1, 2, 3, 4 എണ്ണി തീർക്കാൻ 2500 കൊല്ലം വേണം. 10,000 കോടി വരെ 1, 2, 3, 4, 5, 6, 7 എണ്ണി തീർക്കാൻ 10,000 കോടി വരെ എണ്ണാൻ എത്ര സമയം വേണം? 2500 കൊല്ലം. നിങ്ങൾക്ക് വിശ്വാസം വന്നിട്ടില്ല? എന്നാ നിങ്ങൾ സെർച്ച് ചെയ്തോ? നിങ്ങൾ ശരിക്കും പോയിട്ട് കാൽക്കുലേറ്റർ എടുത്ത് സെർച്ച് ചെയ്തോ? 2500 കൊല്ലം വേണം. അത്രയും 10,000 കോടി ഗോളങ്ങൾ, സൗരയൂഥങ്ങൾ. ആ 10,000 കോടി സൗരയൂഥങ്ങൾ ചേർന്നാൽ ഒരു ഗാലക്സിയാണ്. അതുപോലത്തെ 10,000 കോടി ഗാലക്സികൾ. അതെത്രയുണ്ടെന്ന് എണ്ണി തീർക്കാൻ 2500 ഇൻറ്റു 2500 കൊല്ലം ഇരുന്ന് എണ്ണണം. 2500 ഇൻറ്റു 2500 എത്രയാണോ അത്രയും കൊല്ലം എണ്ണിയാലേ ഉള്ളൂ ഇപ്പൊ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന ഈ സൗരയൂഥങ്ങളും ഗാലക്സികളും വെറുതെ ഒന്ന് തൊട്ടെണ്ണി തീർക്കാനാവുകയുള്ളൂ. അത്രയും ആകാശഗോളങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നതിനെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. എങ്ങനെയാണ് അത് ഉയർന്നു നിൽക്കുന്നത്? നിങ്ങൾ ചിന്തിക്കാത്തതെന്ത്? ചിന്തിക്കണം. അത് ചിന്തിക്കുമ്പോഴാണ് ഒരു അള്ളയുണ്ടെന്ന് ഉറപ്പാകുന്നത്. ഒരള്ളയില്ലാതെ, ഒരു ശക്തിയില്ലാതെ, ഒരു മഹാശക്തിയില്ലാതെ ഇതിനെ പിടിച്ചു നിർത്താനാവില്ലെന്നറിയുന്നത്. അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ ആര് പറഞ്ഞാലും ഇളകാത്തത്. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. ലോകമുണ്ടായ കാലം മുതൽ ദശലക്ഷം വർഷങ്ങളായി എന്ന ആളുകൾ പറയുന്നുവല്ലോ, സയന്റിസ്റ്റുകൾ പറയുന്നല്ലോ. നമ്മുടെ ഭൂമിയേക്കാൾ 13.5 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള ഒരു സൂര്യൻ കിഴക്കേ ചക്രവാളത്തിൽ ഉദിക്കുകയാണ് എല്ലാ ദിവസവും. ഉച്ചയ്ക്ക് തലയ്ക്ക് മുകളിൽ തീജിതറി പ്രകാശം വിതറി നിൽക്കുകയാണ്. വൈകുന്നേരമാകുമ്പോൾ ഒരു തീപ്പന്ത് പോലെ പടിഞ്ഞാറ് പോയി അമരുകയാണ്. ആരാണ് ഈ സൂര്യനോട് പറഞ്ഞത് ഇങ്ങനെ ഉദിക്കണം, ഈ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് 50 ഡിഗ്രിയിൽ താഴെ ചൂട് വേണമെന്ന്, അവയ്ക്ക് ജീവിക്കാൻ ജന്തുജാലങ്ങൾക്ക്, ജീവജാലങ്ങൾക്ക് പ്രകാശം വേണമെന്ന്? അതുകൊണ്ട് ഈ ഉദയപ്രയാണം, ഈ പ്രക്രിയ അവസാനിപ്പിക്കരുതെന്ന് ആരാണ് ആ സൂര്യനോട് പറഞ്ഞത്? അതിന് ഭ്രാന്താണോ? ലക്ഷം വർഷമായിട്ട് ഇങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കാൻ അതിന് ഭ്രാന്താ? ഒന്ന് വഴിമാറി പോകാൻ പോലും തോന്നിയില്ലല്ലോ ഇതുവരെ. ആരോ അതിനോട് പറയാതെ അതിന് സ്വയം തോന്നുമോ? ഏതെങ്കിലും ഒരു പ്രകൃതി വസ്തുവിന് വെറുതെ അങ്ങനെ തോന്നാമോ?
ആരാണതിനെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത്? ചന്ദ്രനെ കുറിച്ച് അവർ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ പിറയായി ഉദിക്കുന്നതെന്ന്. അങ്ങനെയല്ലേ? ഒരു ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു പൂർണ്ണ വൃത്തമാണ്. പൗർണമി രാവിലെ അത് പൂർണ്ണ വൃത്തത്തിലാണ്, 100% റൗണ്ടിലാണ്. 2 ദിവസങ്ങളിൽ 2 റൗണ്ടിലാണ്, 2 ദിവസങ്ങൾ പൂർണ്ണ റൗണ്ടിലാണ്. പക്ഷെ തുടങ്ങുന്നത് തേങ്ങാപ്പൂള് പോലെയാണ്. പിന്നീട് അത് അല്പം വലുതാവുകയാണ്, പിന്നീട് അല്പം വലുതാവുകയാണ്, പിന്നെ അർത്ഥവൃത്തമാവുകയാണ്, പിന്നീട് പൂർണ്ണവൃത്തമാവുകയാണ്, പിന്നീട് പഴയതുപോലെ താഴോട്ട് വരികയാണ്. എന്തിനാണിത്? ആര് പറഞ്ഞിട്ട്? എന്തിനാണത്? ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ കലണ്ടറാണ് സമയമറിയാൻ. അവന്റെ മുമ്പിൽ വേറെ വഴി വല്ലതുമുണ്ടോ? 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും അറിയാൻ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചാൽ മതിയെന്ന്. അങ്ങനെ നന്നായി ചന്ദ്രനെ നിരീക്ഷിക്കാൻ അറിയുന്ന ഏതൊരാൾക്കും ചന്ദ്ര നിരീക്ഷകന്മാരുണ്ടെങ്കിൽ ഓരോ പിറ നോക്കിയാലും അവർക്കറിയാം ഈ പിറ 1ആണെന്നറിയാം, 2-ാം പിറ നോക്കുന്നവർക്ക് 2ആണെന്നറിയാം, 3-ാം പിറ നോക്കുന്നവർക്ക് 3ആണെന്നറിയാം. പക്ഷെ ഇന്ന് പിറ നോക്കി പ്രഖ്യാപിക്കുന്ന കാളിക്ക് പോലും നോക്കാൻ അറിയില്ല. കാളിയുടെ കൂട്ടത്തിൽ തന്നെ പിറ നോക്കി തീയതി പറയാൻ അറിയുന്നവരില്ല. അള്ള പറഞ്ഞതാ അത് നോക്കിയാൽ നിനക്ക് സമയമറിയാന്ന്. അത് നോക്കിയാ മതി. പിറ അതിനാ അങ്ങനെ വെച്ചേക്കണത്. ഓരോ ദിവസത്തെയും പിറയുടെ വ്യത്യാസം 1, 2, 3, 4 എന്ന് തരം തിരിച്ച് ലോകത്തിന് കലണ്ടറാക്കാൻ വേണ്ടി അള്ളാഹു താല വെച്ചതാണ്. ആ ക്രമം തെറ്റിച്ച് അതിന്റെ നിഴൽപ്പാടുകളിൽ വ്യത്യാസം വരുത്തി ഉദിക്കാൻ പോലും കഴിയാത്ത അച്ചടക്കത്തിന് ഈ ചന്ദ്രൻ വിധേയമായി ആകാശസീമകളിൽ എങ്ങനെയാണ് ഇത് ഉയർന്നു നിന്നിങ്ങനെ ഉദിക്കുന്നതെന്ന് ചോദിക്കുക. അത് മനുഷ്യന്റെ കലണ്ടർ അല്ലേ? അത്ഭുതം. അള്ള ചോദിക്കുക, ചിന്തിച്ചിട്ടുണ്ടോ? വേണമെങ്കിൽ ഒറ്റ വൃത്തത്തിലും ഉദിച്ചാൽ പോരെ. ഈ നിഴലൊന്നും ഇല്ലാതെ ഉദിച്ചാലും ചന്ദ്രൻ ചന്ദ്രനാവൂലേ? എന്തിനാണത് ഇങ്ങനെ ഉദിക്കാൻ? ആരാണ് അതിനോട് പറഞ്ഞത്? ആ പറഞ്ഞ ശക്തിയെ അറിയുമ്പോൾ മാത്രമാണ് ഈമാൻ ഇറങ്ങുക. അങ്ങനെ ഇറങ്ങിയ ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിനെയും കണികയെയും ബ്രഹ്മ അണ്ടകടാഹത്തെയും ചെറുതിനെയും വലുതിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തി ഉണ്ടെന്ന് ബുദ്ധി കൊണ്ട് തിരിച്ചറിഞ്ഞ ഇതല്പം ചിന്തിക്കുന്നവനെ മനസ്സിലാവുള്ളൂ. അല്പം ബുദ്ധിയുടെ ആവശ്യമുണ്ട്. അതിനാണല്ലോ തല തന്നേക്കണേ, അതിനാ തലച്ചോറ് തന്നേക്കണേ. ഇതില്ലാത്തത് കൊണ്ടാണ് താറാവിന് വളരാൻ കഴിയാഞ്ഞത്. ഇതില്ലാത്തതുകൊണ്ടാണ് കഴുതയ്ക്ക് നമ്മളെക്കാൾ അറിവ് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന കഴുതയ്ക്ക് വളരാൻ കഴിയാഞ്ഞത്. ഇതില്ലാത്തത് കൊണ്ടാണ് കഴുതയോളമോ താറാവിനോളമോ തിരിച്ചറിവ് ചെറുപ്പത്തിൽ ഇല്ലാഞ്ഞ നമുക്ക് വളരാൻ കഴിഞ്ഞത്. ഇതുകൊണ്ടാ. ഇത് ഉപയോഗിച്ചാലാണ്. ഇത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അതുകൊണ്ടാണ് അല്ലാഹു തആല എല്ലാ വെള്ളിയാഴ്ചയും ഇമാമ പള്ളിയിൽ മിമ്പറിൽ നിന്നുകൊണ്ട് ഓതി കേൾപ്പിക്കണമത്രേ. ഇമാമ മാമൂമിങ്ങളെ എല്ലാ വെള്ളിയാഴ്ചയും കേൾപ്പിക്കണം. നിങ്ങൾ ഒട്ടകത്തെ കണ്ടിയോ? എങ്ങനെ അത്ഭുതകരമായിട്ടാണ് അതിന്റെ ആവശ്യമറിഞ്ഞതിനെ സൃഷ്ടിച്ചതെന്ന്. മരുഭൂമിയിലെ കിലോമീറ്ററുകൾ താണ്ടുന്ന വെള്ളമില്ലാത്ത മരുപ്പറമ്പിലൂടെ യാത്ര ചെയ്തു പോകുമ്പോ അതിനാവശ്യമായ വെള്ളം അതിന്റെ അന്തർഭാഗത്ത് ശേഖരിച്ചു വെച്ചുകൊണ്ട് വെള്ളമില്ലാത്ത മരുഭൂമി താണ്ടാൻ പാകത്തിന് ജലത്തിന്റെ ബ്ലാഡറുകൾ ഉള്ളിൽ സംക്ഷേപിച്ചു കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് ഈ ഒട്ടകത്തെ പടച്ചതെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അത് തീർച്ചയായും പടച്ച ഒരുത്തനുണ്ട്, ഒരു പടച്ചവനുണ്ടെന്നറിയും. ആരോ പടച്ചു, അവനാ പടച്ചവൻ. ആരാ പടച്ചവൻ? ആരോ പടച്ചു. വൺ ഹൂ പടച്ചു, he is പടച്ചവൻ. വൺ ഹൂ ക്രിയേറ്റ്, he is ക്രിയേറ്റർ. അതാണ്. അതാ ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ കർത്താവ് ഉണ്ടെന്നറിയാം, ക്രിയേറ്റർ ഉണ്ടെന്നറിയാം. അതിന്റെ പേരാ പടച്ചോൻ. നല്ല വാക്കാ. അള്ളാഹ്ക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല വാക്കെന്താ? പടച്ചോനുണ്ട്. അറിഞ്ഞു വെച്ചുകൊണ്ട് പടച്ചതാണ് അവനെ, ആ വസ്തുവിനെ എന്നറിയാം. അറിഞ്ഞു വെച്ച് പടച്ചിട്ട് കൽപ്പിച്ച് കൃത്യമായി ലക്ഷോപലക്ഷം വർഷങ്ങളായി റൂട്ട് തെറ്റാതെ സൂര്യൻ സഞ്ചരിക്കുന്നത് ചിന്തിക്കുന്നവനറിയാം. ചന്ദ്രൻ കൃത്യമായി ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്ന് മാത്രമല്ല, അതിന്റെ നിഴലിൽ പോലും വ്യത്യാസമില്ലാതെ 1-ാം തീയതിക്ക് ഒരു അളവാണ്, 2-ാം തീയതിക്ക് മറ്റൊരളവാണ്, 3-ാം തീയതിക്ക് മറ്റൊരളവാണ്, 4-ാം തീയതിക്ക് മറ്റൊരളവാണ്. അങ്ങനെ അതിന്റെ നിഴലിൽ പോലും കൃത്യത സൂക്ഷിച്ചുകൊണ്ട് ഭൂമിയുടെ ചക്രവാളത്തിൽ ഉദിച്ചു വരാൻ ചന്ദ്രനെ പ്രേരിപ്പിക്കുന്ന ശക്തിയുണ്ടെന്നറിയാം. ചിന്തിക്കാം. ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാ? ചിന്തിക്കാനാ. പക്ഷെ ഖുർആൻ വായിക്കില്ല, ഖുർആനിൽ ചിന്തിക്കുകയില്ല. എന്നിട്ട് ആരെങ്കിലും പറഞ്ഞാൽ ഈമാൻ പോയിട്ട് നമ്മുടെ മക്കൾ സ്കൂളിലും കോളേജിലും പോയേച്ച് തിരിച്ചു വരുന്ന ഈമാൻ ഇല്ലാതെയാ. രാവിലെ ഈമാൻ തട്ടമിട്ടുകൊണ്ട് പോകുന്നവൻ വൈകിട്ട് തട്ടമില്ലാതെയാ വരുന്നത്. വീട്ടിൽ നിന്ന് തട്ടമിട്ട് ഇറങ്ങും, റോട്ടിലിറങ്ങി കഴിയുമ്പോഴത്തേനും ബാഗിൽ കയറും തട്ടം നമ്മുടെ പെമ്പിള്ളേരുടെ. എന്താ കാര്യം? ചിന്താശൂന്യന്മാരുടെ
ഒരു സംഘാതത്തിൽ അകപ്പെട്ടു പോകുന്നതിന്റെ ദുരന്തമാ. ചിന്തയെ ഉണർത്തുന്നതാരാണ് ഈ ലോകത്ത്? ചിന്തയെ ഉണർത്തുന്നതാരാ? അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് ഖുർആൻ. ഇത് വെറും ഒരു പുസ്തകമല്ല, ഇത് വെറും ഒരു പുസ്തകമല്ല. നമ്മുടെയൊക്കെ ചിന്തയുടെ ലോകത്തൊരാവേശത്തിന്റെ ആഘോഷം സൃഷ്ടിക്കാൻ കഴിയുന്ന അത്ഭുതം കൊണ്ട് ഈ ലോകത്തെ അട്ടിമറിച്ച ഒരു ഗ്രന്ഥത്തിന്റെ പേരാണ് ഖുർആൻ. ഈ ഗ്രന്ഥമാണ് കൊർഡോവയിൽ ആദ്യമായി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് മുസ്തഫ അറേബ്യൻ കാടത്വത്തെ സംസ്കാരത്തിന്റെ കൊടുമുടിയിലേക്ക് കൈപിടിച്ച് ആനയിച്ചതിന് ശേഷം ഉമറുൽ ഫാറൂഖിന് ഖിലാഫത്ത് ഏൽപ്പിച്ച, അബൂബക്കറിന് ഖിലാഫത്ത് ഏൽപ്പിച്ച, അത് അങ്ങനെ ലോകത്തേക്ക് ഇസ്ലാമിക ഖിലാഫത്ത് പടരുകയും പന്തലിക്കുകയും ചെയ്തപ്പോ യൂറോപ്പിലേക്കാണ് ആദ്യം ഇത് കടന്നുപോയത്. 600 ആണ്ട് യൂറോപ്പിന്റെ ചങ്കത്ത് മുസ്ലിം സ്പെയിനില് അവരുടെ ചിന്തകളെ ഈ ഖുർആൻ ചൂടുപിടിപ്പിച്ചപ്പോൾ, അള്ളാന്റെ റസൂലിന്റെ കാലത്തിനൊരു നൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ ലോകത്ത് ഇന്നത്തെ യൂറോപ്പിന്റെ റിനൈസൻസിന്, അതിന്റെ നവോത്ഥാനത്തിന് മുഴുവൻ കാരണമായി തീർന്ന അറിവുകൾ, ചിന്തകൾ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് യൂറോപ്പിന്റെ നവോത്ഥാനത്തിന് 5 നൂറ്റാണ്ട് മുമ്പ് കൈമാറിക്കൊടുത്ത ഗ്രന്ഥത്തിന്റെ പേരാണ് ഖുർആൻ. നമ്മൾ ഓർക്കാറുണ്ടോ നമ്മുടെ മക്കൾ പഠിക്കുന്ന ഈ പുസ്തകം? അതിനകത്ത് ഈ പ്രേരണകളുണ്ടെന്ന് നമ്മൾ ആരെങ്കിലും ഓർക്കാറുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇവിടെ പരിശുദ്ധമായ ഖുർആനിന്റെ ഈ പാഠശാല ഒരുങ്ങുമ്പോ, ഇവിടെ റമദാൻ വരികയാണ്, വലിയ ലക്ഷ്യങ്ങളാണ്, മനുഷ്യൻ വളർച്ചയ്ക്കുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. മനുഷ്യൻ അനന്തമായ വളർച്ചാ സാധ്യതകളുടെ നടുവിലൂടെ ഈ ലോകത്തിന്റെ അതിരുകളിൽ ഒതുങ്ങാതെ നാളെ ആകാശ സീമകളിലേക്ക്, നക്ഷത്ര ലോകത്തേക്ക് ചുവട് വെച്ച് പറക്കാൻ വേണ്ടി അള്ളാഹു പാകപ്പെടുത്തിയ അത്ഭുത സൃഷ്ടിയുടെ പേരാ മനുഷ്യൻ. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ കണ്ട പുരോഗതി മനുഷ്യൻ നിൽക്കുമെന്ന് കരുതിയോ? ഞാൻ പറഞ്ഞല്ലോ, താറാവും കഴുതയും ഒരു കുളക്കടവിൽ കൊണ്ടുപോയി നിർത്തിയപ്പോ മനുഷ്യന്റെ തിരിച്ചറിവ്, മനുഷ്യനില്ലാത്ത തിരിച്ചറിവ് ആർജിച്ചുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴുത തിരിച്ചു പോയപ്പോ, താറാവ് വെള്ളത്തിലിറങ്ങി നീന്തിപ്പോയപ്പോൾ ഈ മനുഷ്യ കുഞ്ഞിന് അവിടെ വീണ് ചാകാൻ മാത്രം വിധിക്കപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ വളർന്ന് ഇവിടെ എത്തി. ഇപ്പൊ ആളുകൾ വിചാരിച്ചിരിക്കുന്ന ഇവിടം വരെ വളർന്നു എന്നാ. ഇനി വളർച്ചയില്ലേ? ഇനിയും വളരുക. എവിടം വരെ വളരും? സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. മനുഷ്യരെ, നിങ്ങളുടെ വളർച്ച എവിടം വരെ എന്നറിയുമോ? നിങ്ങളുടെ ആത്മാവിന്റെ മനസ്സ് എത്ര കണ്ടു വളരുമോ അത്രയുമാണ് നിങ്ങളുടെ വളർച്ച. മനസ്സിനെ വളർത്തുകയാണ്. മനസ്സെന്ന് പറയുന്ന ഭൂമിക്കുള്ളതല്ല. മനുഷ്യന്റെ മനസ്സിന് 3 തലങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് 3 തലങ്ങൾ മനുഷ്യ മനസ്സിന്. ഒന്ന് നഫ്സുൽ അമ്മാറ, മനുഷ്യന്റെ വളർച്ചയുടെ, സാംസ്കാരിക വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ അവന്റെ മനസ്സ് അമ്മാറയായിരിക്കും. എന്ന് പറഞ്ഞാൽ തെറ്റിന് മാത്രം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ടീനേജ് പ്രായം, തെറ്റുമാത്രം ആര് ശരി പറഞ്ഞാലും കേൾക്കൂല. എല്ലാം മാതാപിതാക്കളെ വെല്ലുവിളിക്കും, അധ്യാപകരെ വെല്ലുവിളിക്കും, സ്കൂൾ നിയമങ്ങൾ ലംഘിക്കും. തെറ്റൊരാഘോഷമാക്കി മാറ്റുന്ന ടീനേജ് പ്രായത്തിന്റെ ഒരു നഫ്സുണ്ട്, നഫ്സുൽ അമ്മാറ, തെറ്റിന് പ്രേരിപ്പിക്കുന്ന മനസ്സ്. രണ്ടാമതൊരു മനസ്സുണ്ട്, അതൊരല്പം ഒന്ന് പിന്നിട്ട് കഴിയുമ്പോ, ഒരു 10, 35, 40 ആയി കഴിയുമ്പോ ഈ കുതറി സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഈ മനസ്സിന് ഒരല്പം ബാലൻസ് വരും. നഫ്സുൽ ലവ്വാ. അദ്ദേഹം പറഞ്ഞത് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവില്ലേ? അദ്ദേഹം പറഞ്ഞു വേറിയാൽ ഒരു 100 കൊല്ലം മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിതം, അത് പിന്നിട്ടാൽ ഈ ഭൂമി അവന് പിന്നെ ഉൾക്കൊള്ളാനാവാത്ത വിധത്തിൽ അവൻ വളരും. ഭൂമിയുടെ അതിരുകളിൽ നിന്ന് അപ്പുറത്തേക്ക് മനുഷ്യൻ വളരുകയാണ്. ഒരു ജീവിക്കും നൽകാത്ത വളർച്ചയാ. അങ്ങനെ വളർന്നാൽ അവൻ എവിടെ ചേക്കേറും? നക്ഷത്ര ലോകത്തവന് ചേക്കേറേണ്ടി വരുമെന്ന് പറഞ്ഞത് അള്ളാഹുവാണ് ആദ്യം. മനസ്സ് നന്നാക്കി ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. നഫ്സിന്റെ ദുഷ്പ്രേരണകൾക്ക് വശംവദമായി അപരാധങ്ങൾ പ്രവർത്തിച്ചു പോയ മനസ്സിനെ പാപരഹിതമാക്കി തീർക്കുന്ന റമദാൻ പോലുള്ള മഗ്ഫിറത്തിന്റെ തുരുത്തുകളിലേക്ക് നിങ്ങൾ വന്ന് നിങ്ങൾ സ്വയം സംസ്കൃതരാവുക. സാരിഉ, വേഗം വരണം, നേരമില്ല. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. മലിനമായി പോയ, തെറ്റിനേറെ പ്രേരിപ്പിച്ച് മലിനീകരിക്കപ്പെട്ട മനസ്സിന്റെ പാപം നീക്കിക്കളയുക, മഗ്ഫിറത്തിലേക്ക് വരിക. പിന്നെ വരുന്നത് എങ്ങോട്ടെന്നറിയോ? ജന്ന.
പിന്നെ ഈ മനസ്സ് പറക്കാൻ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. ഏതാണ് ആ സ്വർഗത്തിന്റെ വ്യാപ്തി? അതിന്റെ വ്യാപ്തി ഞാനീ പറഞ്ഞ ആകാശങ്ങളുടെയും ഭൂമിയുടെയും വ്യാപ്തിയാ.